സർ, ഒരു വനിതയെ ഡൽഹിയുടെ മുഖ്യമന്ത്രി പദവിയിലേക്ക് നിയോഗിച്ചുകൊണ്ട് വാസ്തവത്തിൽ BJP ലക്ഷ്യമിടുന്നത് എന്താണ്? BJPക്ക് 28 വർഷത്തിന് ശേഷമാണ് ഡൽഹിയിൽ ഒരു കസേര കിട്ടുന്നത്, മുഖ്യമന്ത്രി കസേര. അതവർ മുമ്പ് പല പരീക്ഷണങ്ങളും നടത്തി നോക്കിയതാണ്, മാറി മാറി പരീക്ഷിച്ചതാണ്. അപ്പോഴൊന്നും വിജയിക്കാതെ പോയ ഒരു സ്ഥലത്തേക്ക് പുതിയ പരീക്ഷണം നടത്തുമ്പോൾ എല്ലാ വിധത്തിലും വിജയിക്കേണ്ടതായിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. ഇത് ഒരുപാട് ഇക്വേഷൻസ് ഉള്ളതാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന രേഖ ഗുപ്ത എന്ന് പറയുന്ന 50 വയസ്സുകാരിയായ, എന്നാൽ യുവാക്കളുടെ ചുറുചുറുക്കോടുകൂടി, ഒരു വിദ്യാർത്ഥി നേതാവിൻ്റെ ചുറുചുറുക്കോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തക. അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു പോരാളിയാണ്. പലരും വിചാരിച്ച പോലെ അവരൊരു ചോയ്സ് അല്ല. BJP നേരത്തെ തന്നെ നിശ്ചയിച്ചുറപ്പിച്ചിരുന്നതാണ്, ഒരു വനിതയെ തന്നെ മുഖ്യമന്ത്രിയാക്കണം. രേഖാ ഗുപ്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് BJP വൃത്തങ്ങളിൽ മുമ്പേ സംസാരം ഉണ്ടായിരുന്നു. അത് അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ അറിയാം, ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ അറിയാം. 50 വയസ്സിൽ എത്തി നിൽക്കുന്ന അവർ 30 വർഷത്തിലേറെയായിട്ട് BJP പ്രവർത്തകയാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ, വിദ്യാർത്ഥി പരിഷത്തിലൂടെ, ABVP-യിലൂടെ കടന്നു വന്ന് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ചെയർപേഴ്സണായിട്ട് എത്തി. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ BCom LLB-കാരിയായി. അന്ന് കോൺഗ്രസ്സിൽ, ഇപ്പോഴത്തെ കോൺഗ്രസ്സിൽ അൽക്കാലാംബ അന്ന് അവരുടെ കൂടെയായിരുന്നു. അൽക്കാലാംബയൊക്കെ അവരുടെ വലങ്കയായിട്ട് പ്രവർത്തിച്ചിരുന്നതാണ്. അപ്പോൾ അതുമാത്രമല്ല, യുവാക്കളെ മുഴുവൻ കോരിത്തെരിപ്പിക്കുന്ന ഒരു പ്രസംഗ ശൈലിയും പ്രവർത്തന ശൈലിയും. അവർ ജയിച്ച മണ്ഡലം നിങ്ങൾ നോക്കണം. ഷാലിമാർ ബാഗ് എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ അത് ആം ആദ്മി പാർട്ടിയുടെ ഒരു കോട്ടയാണ്. വന്ദന കുമാരി എന്ന് പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി തീപ്പൊരി സ്ഥാനാർത്ഥിയാണ്, കരുത്തുറ്റ സ്ഥാനാർത്ഥിയാണ്, കരുത്തുറ്റ നേതാവാണ്. അത് ഒരു കാരണവശാലും അവിടെ അവർ തോക്കാൻ സാധ്യതയില്ല എന്ന് വിചാരിച്ചു. കാരണം 2015 ഇതേ രേഖാ ഗുപ്തയെ അവർ 10,000-ലേറെ വോട്ടുകൾക്ക് തോൽപ്പിച്ചതാണ്. രണ്ടാമത് അവിടെ വീണ്ടും രേഖാ ഗുപ്തയെ അവിടെ തന്നെ ഇട്ടു. അവരവിടെ മത്സരിക്കാൻ തയ്യാറായി. ഞാനിവിടെ നിന്ന് മത്സരിക്കും, ഇവരെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞു. 2020 പക്ഷേ 3000-ൽ പര വോട്ടിന് തോറ്റു. അത് കഴിഞ്ഞ് ഇപ്പോൾ മൂന്നാമത്തെ ഊഴത്തിൽ ഇനി ഇവിടെ തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മണ്ഡലത്തിൽ ഇനി MLA ആയിട്ട് മത്സരിക്കാൻ പറ്റില്ല. 3 ടൈമായി കഴിഞ്ഞാൽ 3 ടൈം ഒരു തോറ്റു പിന്നെ അവിടെ ടിക്കറ്റ് കിട്ടില്ല. പാർട്ടി ടിക്കറ്റ് കിട്ടാത്തതല്ല, മത്സരിക്കാനും ബുദ്ധിമുട്ടാണ്. 3 തവണ ഒരാൾ ഒരു സ്ഥലത്ത് തോറ്റു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഒരു ഫൈറ്റായിരുന്നു നടത്തേണ്ടിയിരുന്നത്. എന്നിട്ട് ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആയിരുന്നു. ഉറപ്പില്ല. കാരണം 2 തവണ ഉഗ്രൻ പോരാട്ടം നടത്തി. രണ്ടാമത്തെ തവണ 2020 പോരാട്ടത്തിൽ എല്ലാവരും ഉറപ്പ് പറഞ്ഞിരുന്നു അവിടെ രേഖാ ഗുപ്ത ജയിക്കും. പക്ഷേ വന്ദനാകുമാരിക്ക് അത്രയ്ക്ക് സ്വാധീനം അവിടെ ഉണ്ടായിരുന്നു. ജനങ്ങളുടെ ഇടയിൽ അത്രയ്ക്ക് ഗ്രിപ്പുള്ള ഒരു ലീഡറായിരുന്നു. അവരെ പൊട്ടിക്കുക നിസ്സാരമല്ല. ഇത്തവണയും ഏതാണ്ട് അതേപോലെയായിരുന്നു സിറ്റുവേഷൻ. പക്ഷെ അവർ ജയിച്ചെത്രയെന്നറിയോ? 30,000-ൽ പരം വോട്ടിനാണ്. 30,000 വലിയ ഭൂരിപക്ഷത്തിനാണ്. ഇത് ഭയങ്കര. അതായത് അവരെ കഴിഞ്ഞ തവണ തോൽപ്പിച്ച 3,000-ന്റെ 10 ഇരട്ടി വോട്ടുകൾ, പകുതി വോട്ടുകൾ മാത്രമേ. 29,549 അതായത് 400 ചില്ലാൻ വോട്ടിന്റെ വ്യത്യാസം. 30,000-400 ചില്ലാൻ വോട്ടിന്റെ വ്യത്യാസത്തിനാണ് അവരോട് ജയിച്ചത്. അപ്പോൾ അന്നേ BJP കണക്കാക്കി ഇവരാണ് പോരാളി. കാരണം 28 വർഷമായിട്ട് അവിടെ പിടിക്കാൻ പറ്റാത്തവിടെ പിടിച്ചു നിർത്തണമെങ്കിൽ, പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിയെ പോലൊരു പ്രസ്ഥാനത്തിന് എന്ത് എതിരും പറയാനും എന്ത് നുണയും പറയാനും ഒക്കെ കെൽപ്പുള്ളവരാണ് ആം ആദ്മി പാർട്ടിക്കാരെന്ന് അവർക്കറിയാം. കാരണം കെജ്രിവാളിൻ്റെ വാക്കുകൾക്ക് ഒരു ലിമിറ്റില്ല. ഹരിയാന മുഖ്യമന്ത്രി യമുനയിൽ വിഷം കലർത്തി എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ഇലക്ഷൻ ജയിക്കാനും രാഷ്ട്രീയ തന്ത്രങ്ങൾ ആ സമയത്തിന് തോന്നുന്നത് അടിക്കുക. പക്ഷെ അതൊരു വനിതയാകുമ്പോൾ സൂക്ഷിക്കേണ്ടി വരും. പ്രത്യേകിച്ച് രേഖാ ഗുപ്തയെ പോലുള്ളൊരു വനിതയെടുത്ത് അത്തരത്തിലുള്ള ചെപ്പടി വിദ്യകൾ കൊണ്ട് രക്ഷപ്പെടില്ല. അതിഷി വലിയ വാചകം അടിച്ചല്ലോ. 3 ദിവസമായിട്ട് അതിഷി പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുക. BJPക്ക് നേതാവിടെ, BJPക്ക് ആളെന്ന് വരും. വന്നാൽ ഈ സ്ത്രീകൾക്കൊക്കെ ഞങ്ങൾ കൊടുത്തിരുന്ന 2,100 നിങ്ങൾ 2,500 ആക്കുമെന്ന് പറഞ്ഞ് കൊടുക്കുവോ എപ്പോൾ കൊടുക്കുമെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. രേഖാ ഗുപ്തയ്ക്ക് കസേര കിട്ടിയ ഉടനെ ആദ്യം പറഞ്ഞു, അതിഷി അവിടെ മിണ്ടാതിരിക്കും, ഞങ്ങൾ ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്തോളാം. നിങ്ങളിവിടെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഒന്നും ചെയ്തില്ലല്ലോ. നിങ്ങളുടെ ഈ ജൽപ്പനം ഇപ്പോൾ വേണ്ട. നിങ്ങൾ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഈ ജൽപ്പനമൊക്കെ നടത്തേണ്ടത്, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ളത്. ഇപ്പോൾ അതൊക്കെ നിർത്തിയിട്ട് മര്യാദഗിരി ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ പത്രക്കാർക്ക് ആകാംക്ഷയാണ്. പത്രക്കാർ ചോദിച്ചു, അപ്പം നിങ്ങൾ കൊടുത്തോളാം എന്ന് പറയുന്നതല്ലാതെ നിങ്ങൾ കൊടുക്കുമോ? നവംബർ 8 തീയതി ഉണ്ടെങ്കിൽ ഇവിടുത്തെ വനിതകളുടെ അക്കൗണ്ടിൽ 2,500 രൂപ എത്തിയിരിക്കും.
ഉടനെ അടുത്ത ചോദ്യം യമുന ഞാനിപ്പം യമുന ആരതി നടത്താൻ പോവാണ്, ഞാൻ മന്ത്രിമാരും കൂടെ. അടുത്ത പരിപാടി യമുന ശുദ്ധീകരണമാണ്. അത് നിങ്ങൾ ചെയ്തിരിക്കും, ആരംഭിക്കും. അതിനുള്ള പരിപാടികൾ ഇട്ട് കഴിഞ്ഞു. ആ വകുപ്പുകൾ പോലും അവർ പ്രധാന വകുപ്പുകൾ, ധനം, അതുപോലെ തന്നെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ, വിജിലൻസ്, പബ്ലിക് റിലേഷൻസ്, പ്ലാനിങ്, ഇങ്ങനെയുള്ള പ്രധാന വകുപ്പുകളൊക്കെ രേഖാ ശർമ്മ മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. അപ്പം അവർ കെൽപ്പുള്ള ഒരു പ്രാണിയുള്ള ഒരു വനിതാ നേതാവാണ്. പിന്നെ BJP നോക്കുമ്പം BJP മുഖ്യമന്ത്രികളിൽ ആരും വനിതയില്ല. ഇന്ത്യയിൽ തന്നെ വനിതാ മുഖ്യമന്ത്രിയായിട്ട് ആകെയുള്ളത് മമതാ ബാനർജി മാത്രമാണ്. അപ്പോൾ തലസ്ഥാനത്ത് നമ്മളെ ഒരു മുഖ്യമന്ത്രി ഇരിക്കട്ടെ. സ്ത്രീ സംവരണം ബില്ലൊക്കെ കൊണ്ടുവന്ന് പാസ്സാക്കിയ രാജ്യത്താണ്. പിന്നെ അപ്പോൾ ഒരു വനിതാ മുഖ്യമന്ത്രി ഇരിക്കട്ടെ എന്ന് വെച്ചു. രണ്ടാമത് ഇവർ ഏത് വിഭാഗത്തിൽപ്പെട്ടെന്ന് അറിയാമോ? അവര് ബനിയ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടതാണ്. ഇത് എവിടെയാണ് പ്രധാനം? ബനിയ ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഗുജറാത്തിലും ബീഹാറിലും ഹരിയാനയിലും ബീഹാറിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷനും കൂടെ അവിടെ ഉദ്ദേശിക്കുക. ഒരു ശരിക്കും പറഞ്ഞാൽ ഈ മറ്റേ ഇൻകം ടാക്സ് എക്സംഷൻ കൊണ്ടുവന്ന് മിഡിൽ ക്ലാസിനെ കയ്യിലെടുത്തതുപോലെ ഒരു വലിയ വോട്ട് ബാങ്കാണ് OBC. വലിയ വോട്ട് ബാങ്ക്. ആ OBCയെ കയ്യിലെടുക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും BJP ചെയ്തു. അതുപോലെ മഞ്ജീർ സിംഗ് എന്ന് പറഞ്ഞ ഒരു നേതാവിനെ ഇപ്പം മന്ത്രിയാക്കിയിട്ടുണ്ട്. സിഖുകാരിപ്പം പഞ്ചാബിൽ സ്വാധീനമുള്ളത് ഇവിടെ ഡൽഹിയിൽ തന്നെ വലിയ സ്വാധീനമാണല്ലോ സിഖുകാർക്ക്. അവർക്ക് വലിയൊരു പ്രശ്നം, നല്ല വോട്ടുണ്ട് അവിടെ. പഞ്ചാബികൾ തന്നെ 10-30% ഉണ്ട്. അപ്പൊ അതെല്ലാം കൂടെ പിടിച്ചു നിർത്തണമെങ്കിൽ അങ്ങനെ എല്ലാം കണക്കുകൂട്ടിയാണ്. അപ്പൊ ഈ വനിതാ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് വെറും ഒരു പടം വനിതാ മുഖ്യമന്ത്രി അല്ല. ഇപ്പൊ നമ്മള് NDAയുടെ ഭരണകാലത്ത് ഇന്ത്യക്ക് ഒരു പ്രസിഡന്റിനെ കൊണ്ടുവന്നു, വനിതാ പ്രസിഡന്റ് എന്ന് പറഞ്ഞു. ഇന്ത്യക്ക് അപമാനം വരുന്ന ഒരു വനിതാ പ്രസിഡന്റ് ആയിരുന്നു എന്നാണ് അവരെ പിന്തുണച്ചവർ പോലും പിന്നീട് പറഞ്ഞത്. പ്രതിഭ പാട്ടീൽ UPA കാലത്ത്. അപ്പോൾ അത് വ്യക്തമാക്കുന്നത് എന്താണ്? ഒരു ആളെ പ്രതിഷ്ഠിക്കുന്നതിലല്ല കാര്യം, അവരെ പ്രതിഷ്ഠിക്കുന്നത് ഏത് തരത്തിലുള്ള ആളാണെന്നുള്ളതാണ്. ആളിന്റെ കഴിവാണ്. വനിതയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് കാര്യമില്ല. വനിത എന്ന് പറയുന്നത് ഒരു വനിതാ രത്നമായിരിക്കണം, വനിതകൾക്ക് മൊത്തം അഭിമാനമായിരിക്കണം. മനസ്സിലായില്ലേ? അതാണ് രാജ്യത്തിന്റെ അന്തസ് ഉയർത്തണം. ഒരു ഗിരിവർഗക്കാരിയായ പ്രസിഡന്റ് അല്ല പ്രധാനം. കഴിവുള്ള എന്ന് പറയുന്നത് പഞ്ചായത്ത് മെമ്പറായി, പ്രസിഡന്റായി, ഗവർണറായി, അങ്ങനെ എല്ലാ തലത്തിലും വന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതിയാവാൻ, മാതാവാകാൻ വരെ യോഗ്യയായ ഒരാളെയാണ് നമ്മൾ ആ സ്ഥാനത്ത് കൊണ്ടുവന്നതെന്നുള്ളതാണ് BJPയുടെ സന്ദേശം. അപ്പൊ ഇത്തരത്തിലുള്ള ആളെ സെലക്ട് ചെയ്ത് BJPയുടെ വിജയവും അത് തന്നെയാണ്. വ്യക്തികൾ, അത് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ 10,000 അണികളെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, 10 നേതാക്കളെയാണ് ഉണ്ടാക്കിയത്. ഈ 10 നേതാക്കളെ ഉണ്ടാക്കി അവർ ഓരോരുത്തരും 10,000 അണികളെ ഉണ്ടാക്കി. അപ്പൊ എത്രയായി? 1 കോടിയിലധികമായി. നമ്മളിപ്പോൾ 10,000 അണികളെ കൊണ്ടുവരാൻ പോകുന്ന ഇപ്പം പിന്നെ കോൺഗ്രസിന് പറ്റുന്ന കുഴപ്പം അതാണ്. ഇവർ നേതാക്കളെ വെട്ടി നിരത്തുകയാണ്. ശശി തരൂരിനെ കണ്ടില്ലേ? അതുപോലെ ആര് തല പൊക്കും അവരെല്ലാം വെട്ടി നിരത്തും. അപ്പോൾ വെട്ടി നിരത്തി നേതാക്കൾ ഇല്ലാതാവുകയും കുറെ അണികൾ മാത്രമാവുകയും, അണികൾ എന്ന് പറയുന്നത് ഈ സിനിമ കാണുന്ന പോലെയാണ്, ഒഴുകി നടക്കും. ഇവിടെ നല്ലൊരു ഷോ വന്നാൽ ഇങ്ങോട്ട് കയറും, അവിടെ നല്ലൊരു ഷോ വന്നാൽ അങ്ങോട്ട് പോകും, അപ്പുറത്ത് വേറെ ഒരു തട്ടുപൊളിപ്പം സിനിമ വന്നാൽ അതിലോട്ട് പോകും. അതിങ്ങനെ മൂവിങ് ക്രൗഡാണ്. ആ മൂവിങ് ക്രൗഡിനെ നമുക്ക് നിർത്താൻ കഴിയില്ല. നേതാക്കൾ, മികച്ച നേതാക്കൾ, മികച്ച പ്രവർത്തകർ, ഇതുണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ കഴിയൂ എന്നുള്ളത് BJPക്ക് അറിയാം. അതാണ് ഇപ്പം സ്ഥാനാരോഹണത്തിലൂടെ അവർ പ്രധാനമായിട്ട് ലക്ഷ്യം വയ്ക്കുന്നത്. അത് മാത്രമല്ല, അവരുടെ സ്ട്രാറ്റജി കണ്ടോ? അതായത് ആം ആദ്മി പാർട്ടി ഇപ്പം തന്നെ വലിയ മുദ്രാവാക്യങ്ങൾ വെച്ചിരിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായി. നിങ്ങൾ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഏത് പാലിക്കും ചോദിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ്. ഇനിയിപ്പം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്തും ചോദിക്കാമല്ലോ. ആകാശത്തെ അമ്പിളിമാമനെ പിടിച്ചു കൊടുക്കാൻ, ആകാശത്തെ മാലിന്യം എന്തുകൊണ്ട് നിങ്ങൾ പിടിച്ചെടുക്കുന്നില്ല? ഇവിടെ മുഴുവൻ വിഷപ്പുക, കാർബൺ മോണോക്സൈഡ് എന്തുകൊണ്ട് നിങ്ങൾ പിടിച്ചടക്കുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് വരാം. യമുന എന്ത് ക്ലീൻ ചെയ്യാത്തതെന്ന് ചോദിക്കാം. റോഡിലെ ഓട എന്താ 10 കൊല്ലം ഭരിച്ചിട്ട് അവർക്ക് പറ്റിയില്ല. 10 കൊല്ലം ഭരിച്ചിട്ട് പറ്റാത്തത് 10 ദിവസം കൊണ്ട്. അതാണ് അതിശയോട് പറഞ്ഞത്. അവിടെ ചിലക്കാതിരി, അടങ്ങിയിരി, ഇത്രയും നാൾ നിങ്ങൾക്ക് അവസരം ഉണ്ടായിരുന്നല്ലോ, നിങ്ങളൊന്നും ചെയ്തില്ലല്ലോ, അപ്പോൾ ഇനി ഞങ്ങൾ പറഞ്ഞതൊക്കെ നിങ്ങൾ ചെയ്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ചട്ടക്കൂടിപ്പ് അവരിട്ടിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടിയെ പൂട്ടുന്ന വിധത്തിലൊരു സാധനം. അതായത് 2015-16 മുതലുള്ള CAGയുടെ റിപ്പോർട്ടുകൾ ഒന്നും തന്നെ അസംബ്ലിയിൽ ഇതുവരെ വെച്ചിട്ടില്ല, സഭയുടെ മേശപ്പുറത്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഈ കെട്ടുകളെല്ലാം കൊണ്ടാണ് ആദ്യമായി രേഖാ ഗുപ്ത അസംബ്ലിയിലേക്ക് പോകുന്നത്. അവിടെ വലിയ കുരുക്കാണ് ആപ്പിനെ സംബന്ധിച്ച്. അതായത് ഇപ്പം രേഖാ ഗുപ്തയ്ക്ക്
അരവിന്ദ് കെജ്രിവാളിനെതിരെയോ ആം ആദ്മി പാർട്ടിക്കെതിരെയോ 100 ആരോപണങ്ങൾ ഉന്നയിക്കാം. പക്ഷെ അതിനേക്കാൾ ശക്തമാണ് ഇന്ത്യയുടെ CNDAG അവർ ഭരിക്കുമ്പോൾ തന്നെ. കാരണം വലിയ ഗുണമെന്ന് വെച്ചാൽ CNDAG ഒരു റിപ്പോർട്ട് എഴുതുമ്പോൾ അതിന് മറുപടി നമുക്ക് കൊടുക്കാം. അതെല്ലാം കൊടുത്ത് അവസാനം പൊന്നുരുക്കിയ പോലെ വരുന്ന ഒരു സാധനമാണ് CNDAG റിപ്പോർട്ട്. ആ റിപ്പോർട്ട് ആധികാരികമാണ്, ഏത് കോടതിയും അംഗീകരിക്കും, ഏത് സർക്കാർ സ്ഥാപനവും അംഗീകരിക്കും, ഭരണഘടനാ പദവിയുള്ള സ്ഥാപനമാണല്ലോ. അപ്പൊ ആ സ്ഥാപനം പ്രിപ്പയർ ചെയ്ത റിപ്പോർട്ട് അടുത്ത അസംബ്ലിയിൽ മേശപ്പുറത്ത് വയ്ക്കാൻ പോകണം. ഒന്നല്ല, അയ്യോ വലിയ വെല്ലുവിളിയാണ്. അത് വലിയ വെല്ലുവിളിയാണ്. എന്തൊക്കെ അതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളത് ഇനി അത് പുറത്ത് വന്നിട്ട് അറിയാം. അതിനെന്ത് പടക്കോപ്പ് കൂടണം എന്നുള്ളതിലേക്ക്, ഡിഫൻസിലേക്ക് പോവുകയാണ്. അതാണ് പ്രതിരോധിക്കാൻ ആയുധങ്ങൾ, അതായത് ഉപരോധത്തിലേക്ക് വന്ന ആം ആദ്മി പാർട്ടിക്ക് പ്രതിരോധത്തിലേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് രേഖാ ഗുപ്ത കൊണ്ട് എത്തിക്കാൻ പോവുകയാണ് ഈ CAG. അതൊരു വലിയ നീക്കം, രാഷ്ട്രീയ നീക്കം തന്നെ, രാഷ്ട്രീയ നീക്കമാണ്. അതായത് ദുമുഖമാണ്. അതായത് ഒന്ന്, ഞങ്ങൾ പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾ ഒന്നൊന്നായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയും, രണ്ടാമത് നിങ്ങൾ ചെയ്തതിലെ പാളിച്ചകൾ ഇങ്ങനെ ഒന്നൊന്നായിട്ട് ഞങ്ങൾ പുറത്തു കൊണ്ടുവരികയും ചെയ്യും എന്നുള്ള. ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് കോൺഗ്രസ് ആയിരിക്കും. കോൺഗ്രസിന് വലിയ ഗുണം, കാരണം അവിടെ പൂജ്യം ആയതുകൊണ്ട് ഒന്നും നോക്കാനില്ല. അതെ, ബഹളം കണ്ണുടച്ച് ആരെ എതിർക്കാം, എന്തും ചെയ്യാം, ഒരു പ്രശ്നമില്ല. BJPക്കും വേറൊരു ഗുണമുണ്ട്, അവിടെ 2 സ്റ്റാൻഡ് എടുക്കണ്ട. അതെ, അസംബ്ലിക്കകത്ത് ഒരാളെ എതിർത്താൽ മതി, ബാക്കി ഒരു 5 കോൺഗ്രസ്സുകാരും കൂടെ. BJPക്കും ഈ ആം ആദ്മി പാർട്ടിയെ നിഷ്കാസനം ചെയ്തിട്ട് ആ സ്ഥാനത്തേക്ക് കോൺഗ്രസ് വളർന്നു വരുന്നു. അത് കോൺഗ്രസ് വളരുന്നതായിരിക്കും അവർക്ക് നല്ലത്. കോൺഗ്രസ് വളർന്നില്ലെങ്കിൽ രണ്ടും കൂടെ വോട്ട് ഇങ്ങനെ ഭിന്നിച്ച് പോകട്ടെ എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. വളരാൻ അവർക്ക് ഉദ്ദേശമല്ല, പക്ഷെ കോൺഗ്രസും കൂടെ കുറച്ച് തലപോക്കണം. ഈ 0 നിന്നാ പോരാ. ആപ്പിനോട് അടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു കോൺഗ്രസ്. ആപ്പിന്റെ കുറെ വോട്ടുകൾ 22-ൽ 7, 8, 10 ഒക്കെ ഇങ്ങോട്ട് 12ഉം 10ഉം ഒക്കെ ആയിട്ട് നിൽക്കുന്ന അവസ്ഥയിലേക്ക് വരട്ടെ എന്നുള്ളതാണ് അവരുടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ 5 കൊല്ലം കൊണ്ട് അവസാനിപ്പിക്കാനല്ല BJP ഉദ്ദേശിക്കുന്നത്. അതെ, ഒരു നീണ്ട കാലയളവിൽ 28 വർഷം കഴിഞ്ഞ് കിട്ടിയ ഭരണം അതെ ഇനി അങ്ങനെ പെട്ടെന്ന് വിട്ടുകൊടുക്കില്ല, തയ്യാറല്ല എന്നുള്ള. അതിന് വേണ്ടുന്ന ജനകീയമായ പദ്ധതികളെല്ലാം BJP ആവിഷ്കരിക്കുമെന്നുള്ള കൃത്യമായ ഒരു സന്ദേശമാണ് രേഖാ ഗുപ്ത നൽകിയിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയെ, വനിതാ മുഖ്യമന്ത്രിയെ നിയോഗിച്ചത്, പിന്നോക്കകാരിയായ ബനിയാവ് ഭാഗത്തു നിന്നുള്ള മുഖ്യമന്ത്രിയെ ഒക്കെ വെച്ചുകൊണ്ട് അവിടെ ഒരു പോർക്കളം തുറക്കുന്നത്.